പണ്ട് കാലത്ത് വീട്ടിൽ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ആ സാമ്പാറിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പം ഉണ്ടാക്കുന്ന സാമ്പാറിനൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ എളുപ്പമായിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കാണുന്ന പലരും നമ്മളെ ഒരു ഫോളോ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കുക്കറിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പരിപ്പ് മുങ്ങുന്ന വിധം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് നല്ലപോലെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി വെച്ച് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണേ. വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ വെണ്ടയ്ക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അതിലോട്ട് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 2 പിടി ചെറിയുള്ളി, അതായത് തൊലിയൊക്കെ കളഞ്ഞ ഒരു 2 പിടി ചെറിയുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി. അങ്ങനെ ഇപ്പോൾ നമ്മളെ വെണ്ടയ്ക്കയും ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എടുത്ത് മാറ്റാം. എന്നിട്ട് ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് സാമ്പാർ പരിപ്പ്, പിന്നെ കുറച്ച് ഉഴുന്ന്, പിന്നെ ചെറിയൊരു പിടി അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നമുക്ക് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ. കായപ്പൊടി ഇതിന് നല്ലൊരു മണമൊക്കെ കൊടുക്കും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ പരിപ്പിലോട്ട്, ആ കുക്കറിലോട്ട് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വേവിച്ചെടുത്ത ഉള്ളിയും വെണ്ടക്കായ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് ചേർക്കുന്നത് മുരിങ്ങക്കായാണ്. നമ്മൾ ഏകദേശം 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ തക്കാളി, ഒരു 2 തക്കാളി എടുക്കാം. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ്. നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ പൊടികളെല്ലാം കൂടി. അടുത്ത് ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു കപ്പിലാണ് പുളിവെള്ളം ചേർക്കുന്നത്. എന്നിട്ടത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ പച്ചക്കറി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടി നമ്മൾ തിളപ്പിച്ചെടുക്കണം കുക്കറിൽ തന്നെ. ഏകദേശം 1 വിസിലിൽ തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരും കേട്ടോ. ഇപ്പോൾ അതേ നമ്മളെ പച്ചക്കറി എല്ലാം നല്ലപോലെ അതിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്ത് മിക്സിയിൽ അടിച്ച് വെച്ച സംഭവത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു മസാല. അപ്പോൾ നമ്മളിത് അതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. ഇനി അതിനുശേഷം അതിനെ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടുക കേട്ടോ. അതിനുശേഷം അതിലോട്ട് നമ്മളിത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒന്ന് വറുത്തിടും കൂടിയും ചെയ്താൽ നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. നമ്മൾ കടുകും മുളകും മാത്രമേ വറുത്തിടുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക.